കൂട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ ഹിസാബില്ലാതെ കിടക്കുന്ന 70,000 ആളുകൾ അതിൽ പ്രത്യേകമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ കഥ ഇങ്ങനെ പറയാ റസൂലുള്ള. തലേന്ന് രാത്രി റസൂലുള്ള കണ്ട സംഭവം പറയാണ്. അങ്ങനെ കണ്ടു, ഇതൊക്കെ എൻ്റെ ആളുകളാണ്. ആ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. ആ ആളുകളെ പ്രത്യേകത എന്താ? സ്വർഗത്തിൽ ഹിസാബില്ല, ഒരു ചോദ്യം അവർക്കില്ല. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, പെട്ടെന്ന് കടത്തിവിടുന്ന ആളുകളാണ്. ഇത് പറഞ്ഞപ്പം സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഉക്കാശ എന്ന സഹാബി, പൊന്നാര നബിയെ, യാ റസൂലല്ലാഹ് ഉദുല്ലാഹ അൻ യജഅലനി മിൻഹു, ഇന്ന ആ കൂട്ടത്തിൽ നിന്ന് ആക്കിത്തരങ്ങളൊന്ന് ദ്വാരനാണ് നബിയേ. നല്ലൊരു സമയ റസൂലിന് സന്തോഷത്തിൽ കാര്യം പറഞ്ഞെടുക്കുകയാണ്. ആ നിഷ്കളങ്കമായ ആ സഹാബിന്റെ ചോദ്യവും റസൂൽ അല്ലാഹുമ്മ ജഅൽഹു മിൻഹും, മുക്കാശന്റെ കൂട്ടത്തിലാക്കണം അല്ലാഹ്. മതിയല്ലോ, മുക്കാശ അതിൽ പെട്ടുപോയി. ഫഅൻസ റജുലുൻ ആഖർ, അപ്പം വേറൊരാൾ സദസ്സിന് എഴുന്നേറ്റു, അല്ലാഹു റസൂലെ അന, ഇന്നും കൂടി കൂട്ടി തന്നാളി. റസൂൽ സബക്ക ബിഹാ ഉക്കാശ, അത് ഉക്കാശ കൊണ്ടുപോയി. ചില അവസരങ്ങളാണ്. ഒരു സ്വഹാബി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 70,000 ആളുകൾ ഒരു സെക്കൻഡിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും. ഹബീബായ തങ്ങളെ എന്നതിൽ ഉൾപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദ്വാരണ്ടാക്കി തരണം എന്നാണോ മാന? അല്ല. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. നോക്കി നിങ്ങൾ ഈ ചെങ്ങായിമാരെ അവസ്ഥ എന്താ പറയാ? മശായിഖന്മാരെ നിർദ്ദേശം അനുസരിച്ചാ പറയാന്നല്ലേ പറയല്. ഇവർ ഈ പറയുന്നതിൻ്റെ ഒക്കെ ഒരു എന്താ പറയാ നിലവാരം നോക്ക്. എന്തോ മൈക്കിന്റെ മുമ്പിൽ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ കുലുക്കിയിട്ട് അങ്ങോട്ട് പറയന്നെ. ഈ നൗഷാദിന്റെ അവസ്ഥ നോക്ക്. കളവ് പറയല്ലേ, എന്നാൽ തൊട്ട് മുമ്പ് സമദ് പറയുന്ന കേട്ടില്ലേ, ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താന്ന് പറഞ്ഞു, ഉദ്ഉല്ലാഹ യജ്അൽനി മിന്നു. കണ്ടോ, നബിയെ അങ്ങ് ദുആ ചെയ്യണം എന്ന് തന്നെ പറയുന്നുണ്ട്. ആര്? സമദ്. ഹദീസ് വായിച്ചിട്ട്. എന്നാലും മറ്റവൻ പറയുന്ന നോക്ക്, ദുആർക്കുക എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുക്കന്നാണെന്നാണല്ലോ പറയുന്നത്. ദുആർക്കല്ല, ദുആർക്കാൻ ആവശ്യപ്പെട്ടതല്ല. എന്നാൽ സമദ് പറയും നോക്ക്, ഇബാറത്ത് വായിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ ഇവരെ മശായിഖിന്റെ ഒരു അവസ്ഥ നോക്ക്. മശായിഖമാരെ നിർദ്ദേശം അനുസരിച്ചല്ലേ പറയല്. ഇവരെ ഷെയ്ഖ് പഠിപ്പിച്ചു കൊടുക്കുന്ന കോലല്ലേ ഇത്? എന്ത് ഷെയ്ഖാ ഇത്? അപ്പോ ഈ നൗഷാദിന്റെ ഒക്കെ ഒരു നിലവാരവും അവസ്ഥയും നോക്ക്. നല്ല വലിയ ശബ്ദം, മൈക്ക്, എന്നിട്ട് ബോഡി ശരീരമൊക്കെ ഇങ്ങനെ കുലുക്കിയിട്ട് വലിയ തലയൊക്കെട്ടും കഴിയും അങ്ങോട്ട് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണ് എന്നാണ് ഈ പറയുന്ന ഓരും കരുതുന്നത്. മുമ്പിലുള്ള ഈ സാധുക്കളും, അതിൽ പെട്ടുപോയ കുറച്ച് സാധുക്കളുണ്ടല്ലോ. എന്നാൽ ബുദ്ധി വേണ്ടേ, ആലോചിക്കണ്ടേ ഇതൊക്കെ? അപ്പൊ ഇതാണ് കുരുവട്ടൂരിസത്തിന്റെ അവസ്ഥ.